സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം നിങ്ങൾ പറഞ്ഞതുപോലെ സംഘടനാപരവും രാഷ്ട്രീയവുമായ ചർച്ചയും സ്വയം വിമർശനവും മറുപടിയും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായും കേരളത്തെ വികസിപ്പിക്കാതെ കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തലാണ്. വർഗപരമായിട്ടുള്ള വ്യത്യാസം അതിൽ വ്യക്തമാണ്. ഇന്ത്യൻ ഭരണവർഗം, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും, ഇന്ത്യയിലെ സമ്പന്നരെയാണ് ഇതേവരെ വളർത്തിയെടുത്തത്. ലോകത്തിലെ മുതലാളിമാരുടെ പട്ടികയിലേക്ക് എങ്ങനെയാണ് ഇന്ത്യൻ മുതലാളിയെ വളർത്താനാവുക എന്നുള്ള മത്സരമായിരുന്നു ഇവരെല്ലാം തമ്മിലുള്ളത്. അദാനിയെയും അംബാനിയെയും ഒക്കെ ലോക നിലവാരമുള്ള മുതലാളിമാരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഭരണവർഗം ഇന്ത്യയിൽ നിർവഹിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സാധാരണക്കാരായ ജനങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ലക്ഷ്യമിടുന്നത്. ആ തലത്തിലേക്ക് കേരളത്തിലെ വികസനം, സർവതോന്മുഖമായ തലത്തിലുള്ളതാണ് വികസനം. അതിൽ ഊന്നുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായ തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസനം വേണം, പുതിയ സംരംഭങ്ങൾ വേണം, പുതിയ വ്യവസായങ്ങൾ വേണം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉന്നതമായ ഒരു കേരളീയ സംസ്കൃതിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് അതുകൂടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പുനരാലോചനയല്ല, സത്യം പറഞ്ഞാൽ പുതിയ തലത്തിലേക്ക് ഇനി എങ്ങനെയാണ് കേരളത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരുതരം പ്രതിരോധം തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയെ തറക്കാം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള കാര്യം, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും ഈ പശ്ചാത്തലത്തിൽ കേരളത്തെ സ്വന്തം കാലിൽ നിർത്തി എങ്ങനെയാണ് സംസ്ഥാന സമ്മേളനത്തിൽ കൂടി വരുന്ന ദിവസമാണ്, എങ്ങനെയാണ് മുന്നോട്ട് പോക്കുക എന്നത് സംബന്ധിച്ച പാർട്ടി നയവും സമീപനവും വ്യക്തമാക്കുകയായിരുന്നു MP ഗോവിന്ദൻ. സർക്കാരിന് പുതിയ ദിശാബോധം നൽകുക, സർക്കാരിന്റെ പല കാര്യങ്ങളിലുമുള്ള നയമാറ്റം അടക്കം കൊല്ലം സമ്മേളനം ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.